ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ചിക്കൻ വിന്താലു ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പോർച്ചുഗീസ് ഡിഷാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ വിന്താലിന്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ വിന്താലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഒരു മസാലയാണ്. അതിന് വേണ്ടി 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക, 4 ഗ്രാമ്പൂ, 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 ചെറിയ കഷ്ണം പട്ട, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പട്ട എടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കടുകും 1 പിഞ്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 6 മണി ഉലുവയാണ് കേട്ടോ. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഞാൻ ചെറിയ വറ്റൽമുളക് ആയതുകൊണ്ട് 10 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 5 ഒക്കെ എടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടത് കാശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ മുളക് എടുത്തത്. കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ ഒരു 20 എടുക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കൊത്തി അരിഞ്ഞതാണിത്. അപ്പോൾ സവാള കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. ഇനിയിപ്പോൾ എത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഒഴിവാക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വാടിയതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കാൻ. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നോളും. ഇനി ഇതിലേക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർക്കണം. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ തക്കാളി വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബോണോട് കൂടിയ ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ വേവിക്കേണ്ടത്. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറക്കണം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ നമ്മളൊരു 10 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇനി അടച്ച് വെക്കുക. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ മൊത്തം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര മെൽറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചേർക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം ശർക്കര മതി. അപ്പോൾ ചിക്കൻ വിന്താലുവിൽ നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയുള്ള കറിയാണ് കേട്ടോ ചിക്കൻ വിന്താലു. ഇനിയിപ്പോൾ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് അരക്കുന്നതിന് പകരം കാശ്മീരി റെഡ് ചില്ലി എടുത്ത് അരക്കുകയാണെങ്കിൽ നല്ല റെഡ് കളർ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്